Hi friends, Eastern Creations by Thahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു സാരി ഡിസൈനാണ് ചെയ്യുന്നത്. ഈ പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ ദിവസം അനുശ്രീ ഇൻസ്പയർഡ് ബ്ലൗസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇതാണ് അനുശ്രീ ഇൻസ്പയർഡ് സ്ലീവ് ഡിസൈനായിട്ട് നമ്മൾ ചെയ്തിരുന്നത്. കണ്ടോ, നമ്മൾ സ്ലീവിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സ്ലീവ് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്കിതൊരു സാരി ബോർഡറായിട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ, സാരി ബോർഡറിന് നന്നായിരിക്കും. ഞാനിപ്പോൾ എടുത്ത കളർ ഗ്രീനാണ്. അപ്പോൾ ഗ്രീനിൽ നമ്മൾ ആ റെഡ് ബീഡും നമ്മളെ മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്കതൊരു സാരി ഡിസൈനായിട്ട് ചെയ്യാൻ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഒരു സാരി ഡിസൈൻ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ സാരി ഡിസൈൻ ചെയ്തിട്ട് ഫൈനൽ വ്യൂ കാണിക്കുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സാരി ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇനി ഞാൻ എപ്പോഴെങ്കിലും ആ സാരി ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫൈനൽ വ്യൂ ഞാൻ ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് നമ്മൾ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. ഇത് ജസ്റ്റ് ട്യൂട്ടോറിയലാണ്. സാരി ഡിസൈൻ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ സ്ലീവ് ഡിസൈൻ കണ്ടവർക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഒരു ബ്ലൗസിന് എത്രയാണ് നെക്ക് എന്ന് വെച്ചാൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ സാരിയുടെ രണ്ട് ബോർഡറും വരത്തില്ലേ, അപ്പോൾ ഒരു നമ്മുടെ ബ്ലൗസിനോട് ചേർന്ന് വരുന്ന ഒരു പോർഷൻ ബോർഡറായിട്ടും കാണും. നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വെക്കുന്ന വേറൊരു രണ്ട് സൈഡും രണ്ട് ബോർഡർ കാണുമല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നെക്കോട് ചേർന്ന് ഇങ്ങനെ ഒരു ബോർഡർ ചെയ്യാം. പിന്നെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്ത് ഫുള്ളായിട്ടും നമുക്കിതുപോലെ വർക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ നമ്മുടെ ബ്ലൗസിനോട് ചേർന്ന് വരുന്ന പോർഷനിൽ ആ ഫ്രണ്ട് പോർഷനിൽ മാത്രം മതിയായിരിക്കുമല്ലോ വർക്ക്. അപ്പോൾ നമുക്ക് രണ്ട് ഏരിയയിലും വേണമെന്നുള്ളവർക്ക് രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ഈ പാറ്റേൺ ഡ്രോ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ നമുക്ക് സാരിയുടെ ലെങ്ത് എത്രയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ലെങ്തിൽ നിങ്ങൾക്ക് എത്രത്തോളമാണ് ഈ വർക്ക് വേണ്ടത് അതനുസരിച്ച് നല്ല നീളത്തിന് ഈ വർക്ക് ചെയ്ത് പോരുക കേട്ടോ. അപ്പോൾ നമുക്ക് സെയിം നമ്മുടെ സ്ലീവ് ഡിസൈൻ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഈ സാരി ഡിസൈനിൽ ചെയ്യുന്നത്. സാരിയുടെ ഒരു ബോർഡർ എടുക്കുക, ബോർഡറിൽ നമ്മൾ ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ ഡ്രോ ചെയ്യുക. ഹാഫ് സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് 3 ചെറിയ റൗണ്ടും അതിൻ്റെ എഡ്ജ് വരുന്ന ഭാഗത്ത് ഒരു റൗണ്ടും വെച്ച് അങ്ങ് ചെയ്യുക. നമ്മുടെ സ്ലീവ് ഡിസൈനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ്. കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ വീഡിയോയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് സാരിക്ക് എത്രത്തോളം ലെങ്തിലാണ് ഈ വർക്ക് വേണ്ടത് അതനുസരിച്ച് തന്നെ ചെയ്തു പോരുക. എനിക്കിതങ്ങ് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിതൊരു ബോർഡർ ഡിസൈനായിട്ട് ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ചുരിദാറിൻ്റെ സ്ലിറ്റ് പോർഷൻ ഇല്ലേ, നമ്മൾ ചുരിദാറിലാണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രണ്ട് സ്ലിറ്റ് പോർഷൻ ഇല്ലേ, രണ്ട് സ്ലിറ്റ് പോർഷനിൽ ചെയ്യാൻ നല്ലൊരു വർക്കാണ് കേട്ടോ. ഇതൊക്കെ നല്ല ടിപ്പാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ചുരിദാറിൻ്റെ രണ്ട് സ്ലിറ്റിലും പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ താഴത്തെ ഹെം പോർഷനിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വർക്കാണ്. ബോർഡർ ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് അതിന് വേണ്ട മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ചെറിയ റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വലിയ ടൈപ്പ് റൗണ്ട് ബീഡ്സ് അല്ല, ചെറിയ റൗണ്ട് ബീഡ്സ് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് ഗോൾഡൻ കളർ സീക്വൻസ് വേണം. ഇതുപോലെ ഒരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. നമുക്ക് നോർമൽ ടൈപ്പ് റൗണ്ട് ബീഡ്സ് വേണം. പിന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിംഗ് ത്രെഡ് വേണം. നീഡിൽ നമ്പർ 12 വേണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടൈപ്പ് സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതുപോലെ 3 സർക്കിൾ ഇതിൻ്റെ ആ റൗണ്ടിനുള്ളിലും ഒരെണ്ണം ഈ എഡ്ജിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാർക്ക് ചെയ്ത് അതിലൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്ത് പോരാവേ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സർക്കിൾ പോർഷൻ ഇല്ല, ഈ സർക്കിൾ പോർഷൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലുള്ള റൗണ്ട് ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്ത് പോവേണ്ട കേട്ടോ. നമുക്ക് ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഹാഫ് സർക്കിൾ ഫുള്ളും ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് നമ്മളെ ഗോൾഡൻ റൗണ്ട് ബീഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഈ ചെറിയ റൗണ്ട് പോർഷൻ കൊടുത്തിരിക്കുന്നില്ലേ, അതിൻ്റെ മിഡിലായിട്ട് നമുക്കൊരു
റെഡ് കളറ് ബീഡ് വെച്ച് കൊടുക്കാവേ. 2 പ്രാവശ്യം ലോക്ക് ഇട്ട് കൊടുത്ത് ബീഡ് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു സീക്വൻസും ഒരു ഗോൾഡൻ ബീഡും വരുന്ന രീതിക്ക് വെക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒരു സീക്വൻസും ഒരു ഗോൾഡൻ ബീഡ് ഞാൻ എടുക്കുന്നുണ്ട്. കണ്ടോ, ഒരു സീക്വൻസും ഒരു ഗോൾഡൻ ബീഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് സീക്വൻസ് ഗോൾഡൻ ബീഡ് നമ്മുടെ ഈ റെഡ് ബീഡിൻ്റെ തൊട്ട് അരികിനോട് വരണം കേട്ടോ. ആ രീതിക്കാണ് വെക്കേണ്ടത്. ഇതേ ഷേപ്പിനാണ് വെച്ച് പോരേണ്ടതേ. കണ്ടോ, ഇതുപോലെ നമ്മുടെ ഫ്ലവർ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ എഡ്ജിൽ ചെയ്തില്ലേ, ഇനി ഇവിടെ ഈ 3 സർക്കിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഹാഫ് സർക്കിളിന്, ഈ നമ്മുടെ ഹാഫ് സർക്കിളിനുള്ളിൽ ഇതിൽ 3 ഇതുപോലെ ചെയ്യുക. പിന്നെ വീണ്ടും ഇവിടുത്തെ എഡ്ജിൽ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫുള്ള് ചെയ്യേണ്ടത് കേട്ടോ. വേറെ ഒന്നുമില്ല, വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന അനുസരിച്ച് ബോർഡറിൽ ഇങ്ങനെ ചെയ്ത് പോയാൽ മാത്രം മതി. നമ്മുടെ ഈ ഹാഫ് സർക്കിൾ ചെയ്യുക, പിന്നെ ഈ ഫ്ലവേഴ്സ് ഫുള്ള് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ലൊരു വർക്കായിരിക്കും, നല്ലൊരു എലഗൻറ്റ് വർക്കാണ്, നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ നമ്മുടെ സാരി ബോർഡർ ഫുള്ള് ചെയ്ത് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ബോർഡർ വൈസ് തന്നെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നിങ്ങൾക്കിത് മനസ്സിലായോ ഇല്ലയെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. നമുക്ക് അല്ലാതെ തന്നെ സാരി ഡിസൈൻ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാരി ഡിസൈൻ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ വ്യൂ വരുന്നത്. കണ്ടല്ലോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ ഗ്രീൻ കളർ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് റെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ റെഡിന് പകരം അവിടെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബീഡ് വയ്ക്കാവേ. ബാക്കി സീക്വൻസും ഗോൾഡൻ ബീഡ്സൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. ANUSREE ബൈ താഹി എന്ന പേരിലാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുകയും വേണം, ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.